ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മുരിങ്ങയില കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഡലിപ്പൊടി ചെയ്തെടുത്താലോ? വെറൈറ്റി മാത്രമല്ല കേട്ടോ, ഹെൽത്തിയും കൂടെയാണ്. എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ടിതാ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. ഇനിയിപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതിനെ വറുത്ത് മാറ്റി വയ്ക്കാം. തൊട്ടാൽ പൊടിയുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇതൊന്ന് വറുത്ത് മാറ്റാനായിട്ട്. ഇതുപോലെ ഒന്ന് വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതേ പാനിലേക്ക് ഒരു അര ഗ്ലാസോളം ഉഴുന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വീണ്ടും ചൂടായ പാനിലേക്ക് ഒരു ഗ്ലാസോളം അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തിട്ട് അതും മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് 3 വറ്റൽ മുളക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഈ വറുത്ത് മാറ്റി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് തണുക്കാനായിട്ട് ഒരു അരമണിക്കൂർ നേരം വീണ്ടും ഒന്ന് മാറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തൊരു മിക്സി ജാറിലേക്ക് നമ്മളുടെ വറുത്ത് മാറ്റി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ മിക്സി ജാറിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോടെ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇത് ഞാൻ ഓരോന്നായിട്ട് ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൗഡറാണ്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇഡലി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് എനിക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ ഗ്ലാസ് ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കി തരണേ.